15 പേനകളുടെ വാങ്ങിയ വില 12 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യം. ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം? ഇവിടെ 15 പേനകൾ വാങ്ങാൻ ചിലവാക്കിയ തുക 12 പേനകൾ, അതിലത്തെ 12 പേനകൾ വിറ്റപ്പോഴേ കിട്ടി. അപ്പോൾ ബാക്കി 3 പേനകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ ലാഭമാണ്. അപ്പോൾ ഇവിടെ ലാഭമാണെന്ന് മനസ്സിലായി. അതായത് വാങ്ങിയ എണ്ണം വലുതും വിറ്റ എണ്ണം ചെറുതും. വാങ്ങിയ എണ്ണം 15, വിറ്റ എണ്ണം 12. അപ്പോൾ വാങ്ങിയ എണ്ണം വലുതാണ്, വിറ്റ എണ്ണം ചെറുതാണ്. അപ്പോൾ ലാഭമാണ്. ലാഭ ശതമാനം കാണാൻ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. വ്യത്യാസം ബൈ ചെറിയ സംഖ്യ ഇൻറ്റു 100. വ്യത്യാസം പറഞ്ഞാൽ 15ഉം 12 തമ്മിലുള്ള വ്യത്യാസം 3 ബൈ ഇതിൽ ചെറിയ സംഖ്യ 12 ഇൻറ്റു 100. ഈ 3ഉം 12 വെട്ടുമ്പോൾ 1/4 വരും ഇൻറ്റു 100. 1/4 100 കൊണ്ട് ഗുണിച്ചാൽ 100/4 വരും. ഉത്തരം 25%. 4,28,721 എന്ന സംഖ്യയിലെ 2ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 4,28,721 എന്ന സംഖ്യയിൽ 2 ഉണ്ട്. നമുക്ക് ആദ്യം ഈ 2ൻ്റെ സ്ഥാനവില എഴുതാം. ഈ 2ൻ്റെ സ്ഥാനവില 2 എന്ന് ആദ്യം എഴുതിയിട്ട് 2ന് ശേഷം എത്ര അക്കമുണ്ടോ അത്രയും 0 ഇടുക. ഇവിടെ 2ന് ശേഷം 4 അക്കമുണ്ട്, 4 0 ഇടുക. അതായത് 20,000. ഈ 2ൻ്റെ സ്ഥാനവില എഴുതാൻ ആദ്യം 2 എന്ന് എഴുതുക. അതിനുശേഷം എത്ര അക്കമുണ്ടോ അത്ര 0 ഇടുക. ഒരക്കുള്ളത് ഒരു 0 ഇട്ടു. അപ്പോൾ നമുക്ക് 2 സ്ഥാനവില കിട്ടി. ഈ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം കാണണം, കുറയ്ക്കണം. വ്യത്യാസം 20,000 നിന്ന് 20 കുറച്ച ഉത്തരം 19,980. ഒരു വസ്തുവിന് 12%, 20%, 25% എന്നീ ക്രമത്തിൽ കിഴിവ് അനുവദിച്ചാൽ ആ ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന യഥാർത്ഥ കിഴിവ് എത്ര? കിഴിവ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടാണ്. അപ്പോൾ 12% കിഴിവ് 100 കുറയ്ക്കണം 12/100 ഇൻറ്റു 20% കിഴിവ് 100 കുറയ്ക്കണം 20/100 ഇൻറ്റു 25% കിഴിവ് 100 - 25/100. 100 - 12 എന്ന് പറഞ്ഞാൽ 88/100 ഇൻറ്റു 100 - 20 80/100 ഇൻറ്റു 100 - 25 75/100. 88ഉം 8ഉം 75ഉം ഗുണിക്കുന്നു 52,800 കിട്ടി. ഈ വിട്ടുപോയ 0 കൂടി ചേർത്തു 5,28,000 ഡിവൈഡഡ് ബൈ ഒരു 100% വേണ്ടി നിലനിർത്തി 100 × 100 10,000. 10,000 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അപ്പോൾ എന്ത് വരും? 52.8 ഡിവൈഡഡ് ബൈ 100, അതായത് 52.8%. അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയത് 100 കുറയ്ക്കണം. 100 52.8 കുറയ്ക്കുമ്പോൾ ഉത്തരം 47.2% യഥാർത്ഥ കിഴിവ്. 21.99 ഹരിക്കണം 3.14 സമം 7 ആയാൽ 2.199 ഹരിക്കണം 0.0314ൻ്റെ വില എത്ര? നമുക്ക് 21.99 ബൈ 3.14 സമം 7 എന്ന് തന്നിട്ടുണ്ട്. നമുക്കതിനെ 7/1 എന്ന് എഴുതാം. കാണേണ്ടത് 2.199 ഹരിക്കണം 0.0314. ഇവിടെ ഈ അംശങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം വന്നിരിക്കണം നോക്കുക. 21.99 2.199, അതായത് ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീങ്ങി. അതുപോലെ ഇവിടെ അംശത്തിൽ നമുക്ക് ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ 0.7 എന്നാവും. ഛേദത്തിൽ എന്താ മാറ്റം വന്ന് 3.14 പോയിട്ട് 0.0314 ഇവിടെ 2 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കി. അതുപോലെ ഇവിടെ 2 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ 0.01 എന്നാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ ഹരിക്കണമെങ്കിൽ ദശാംശം നീക്കണം. അംശത്തിൽ ഒരു ദശാംശ സ്ഥാനം, ഛേദത്തിൽ 2 ദശാംശ സ്ഥാനം. കൂടുതൽ എവിടെയാണ്? ഛേദത്തിലാണ്. അപ്പോൾ അംശത്തെയും ഛേദത്തെയും 100 കൊണ്ട് ഗുണിക്കുക. ഛേദത്തിൽ 2 സ്ഥാനമാണ്, അതുകൊണ്ട് 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. 0.7 × 100 70 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 0.01 × 100 1 എന്ന് വരും. 70/1 ഉത്തരം 70. 2 ഘാതം x കൂട്ടണം 2 ഘാതം x കൂട്ടണം 2 ഘാതം x കൂട്ടണം 2 ഘാതം x സമം 128 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇവിടെ 4 പ്രാവശ്യം 2 ഘാതം x കൂട്ടുകയാണ്. 4 പ്രാവശ്യം 2 ഘാതം x കൂട്ടുന്നതിന് പകരം 4 കൊണ്ട് 2 ഘാതം എക്സിനെ ഗുണിച്ചാൽ മതി. 4 × 2 ഘാതം x സമം 128 എന്ന് പറഞ്ഞാൽ 2 7 തവണ ഗുണിച്ചതാണ്. അതായത് 2 ഘാതം 7 എന്ന് എഴുതാം. ഈ 4ന് പകരം നമുക്ക് 2² എന്ന് എഴുതാം. അപ്പോൾ 2² × 2 ഘാതം x സമം 2 ഘാതം 7. ഈ ഇടതുവശത്ത്, സമത്തിന് ഇടതുവശത്തുള്ളത് x ഘാതം m × x ഘാതം n എന്ന കൃത്യംഗ നിയമത്തിൻ്റെ രൂപത്തിലാണ്. സമം x ഘാതം m + n. അതുപോലെ ഇത് 2 ഘാതം 2 + x എന്നെഴുതാം. സമം വലതുവശത്ത് 2 ഘാതം 7. ഇവിടെ സമത്തിൻ്റെ ഇരുവശത്തും ബേസ് ഈക്വലാണ്, പാദസംഖ്യകൾ ഈക്വലാണ്.
അപ്പോൾ എക്സ്പോണൻസ് ഈക്വൽ ആവും, കൃത്യംഗങ്ങൾ ഈക്വൽ ആവും. ഇവിടുത്തെ കൃതി 2 + x സമം ഇവിടുത്തെ കൃതി 7. 2 + x 7 ആണെങ്കിൽ എക്സിൻ്റെ വില കാണാൻ 7 2 കുറയ്ക്കുക, ഉത്തരം 5. √98 - √50 സമം x × √2 ആയാൽ എക്സിൻ്റെ വില കാണുക. √98 നമുക്ക് 49 × 2 എന്ന് എഴുതാം, കുറയ്ക്കണം. √50 നമുക്ക് 25 × 2 എന്ന് എഴുതാം, സമം x × √2. ഇതിൽ 49ൻ്റെ റൂട്ട് 7 ആണ്, അപ്പോൾ ഇതിനെ നമുക്ക് 7 √2 എന്ന് എഴുതാം, കുറയ്ക്കണം. 25ൻ്റെ റൂട്ട് 5 ആണ്, 5 √2 സമം x × √2. 7 √2 നിന്ന് 5 √2 കുറച്ചാൽ 2 √2 എന്ന് വരും, സമം x × √2. ഈ സമവാക്യത്തിൽ ഇവിടെ 2 × √2, ഇവിടെ x × √2. അപ്പോൾ നമുക്ക് √2ഉം √2 ഒഴിവാക്കിയ എക്സിൻ്റെ വില ഉത്തരം 2. 4/7 × 4/7 - 3/7 × 3/7 ഹോൾ ഡിവൈഡഡ് ബൈ 4/7 - 3/7ൻ്റെ വില എത്ര? 4/7 × 4/7 എന്ന് പറഞ്ഞാൽ 4/7 ഹോൾ സ്ക്വയർ, കുറയ്ക്കണം. 3/7 × 3/7 3/7 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമ്മൾ അതുപോലെ എഴുതി 4/7 - 3/7. ഇവിടെ ന്യൂമറേറ്റർ a² - b² എന്ന രൂപത്തിലാണ്. ഈ ഐഡൻറ്റിറ്റി a + b × a - b. അതുപോലെ ഇവിടെ നമുക്കിതിനെ 4/7 + 3/7 × 4/7 - 3/7 എന്ന് എഴുതാം, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അത് തന്നെ എഴുതി 4/7 - 3/7. ഇതിൽ 4/7 - 3/7 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 4/7 + 3/7 നമുക്ക് കൂട്ടുക, 4 3 7/7, ഉത്തരം 1. a/b സമം 3:2 ആയാൽ a/b b/a യുടെ വില എത്ര? a/b സമം 3:2. അപ്പോൾ നമുക്ക് a/b സമം 3/2 എടുക്കാം. a/b 3/2. അപ്പോൾ a/b നെ തിരിച്ചിട്ട് b/a വും ഇത് 2/3. ഇത് നമുക്ക് a/b b/a ഇതിൽ വില കൊടുക്കുക. a/b എത്രയാണ്? 3/2 b/a എത്രയാണ്? 2/3. ഇത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ മാറ്റാം. അതിന് 1/2 × 3 + 1/3 × 4 + 1/4 × 5 etc. + 1/8 × 9ന്റെ വില എത്ര? ഇതുപോലൊരു ചോദ്യം വന്നാൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാം. അതിനായിട്ട് ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ എടുക്കുക, അതായത് 1/2 കുറയ്ക്കണമെന്ന് വെച്ചിട്ട് ഇവിടുത്തെ അവസാനത്തെ എടുക്കുക 1/9 9/9. ഇവിടുത്തെ ആദ്യത്തെ എടുത്ത് 1/2 കുറയ്ക്കണം എന്ന് വെച്ചിട്ട് ഇവിടുത്തെ അവസാനത്തെ എടുക്കുക 1/9. ഇനി ഇത് കുറയ്ക്കാം. 1 കൊണ്ട് 1നെ ഗുണിക്കുമ്പോൾ 9, ഇടത് ചിഹ്നം കുറയ്ക്കണം. 2 കൊണ്ട് 1നെ ഗുണിക്കുക 2 2/9ഉം 2ഉം തമ്മിൽ ഗുണിക്കുക 9 × 2 18. 9 2 കുറച്ചാൽ ഉത്തരം 7/18. 1/4 × 5 + 1/5 × 6 + 1/6 × 7 etc. + 1/19 × 20. ഈ ചോദ്യം പോലെ തന്നെയാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടുത്തെ ആദ്യത്തെ എടുക്കുക 1/4, ഇടയിൽ കുറയ്ക്കണം എന്ന് വെച്ചിട്ടില്ല, അവസാനത്തെ എടുക്കുക 1/20. ഇവിടെ ചെയ്ത പോലെ നമുക്ക് 1 കൊണ്ട് 20നെ ഗുണിക്കാം 20, ഇടത് ചിഹ്നം കുറയ്ക്കണം. 4 കൊണ്ട് 1നെ ഗുണിക്കുക 4 4/4ഉം 20 തമ്മിൽ ഗുണിക്കുക 20 × 4 80. 24 കുറച്ചാൽ 16/80. ഇത് 16 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 1 16 16 I 16 80, ഉത്തരം 1/5. കുറച്ച് സാധനങ്ങൾ 5 രൂപയ്ക്ക് 6 എണ്ണം എന്ന നിരക്കിൽ വാങ്ങി 6 രൂപയ്ക്ക് 5 എണ്ണം എന്ന നിരക്കിൽ വിറ്റു. ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? നമ്മൾ എണ്ണം വില ഇങ്ങനെ പട്ടികയായിട്ട് എഴുതുക, എണ്ണങ്ങൾ താഴെ എഴുതുക. ആദ്യം 6 എണ്ണം, പിന്നെ 5 എണ്ണം 6 5. വിലകൾ താഴെ എഴുതുക, ആദ്യം 5 രൂപ, പിന്നെ 6 രൂപ 5 6. ഈ 6 കൊണ്ട് 6നെ ഗുണിക്കുക 6 × 6, കുറയ്ക്കണം എന്ന് ചിഹ്നം ഇടുക. ഈ 5 കൊണ്ട് 5നെ ഗുണിക്കുക 5 × 5 ഹോൾ ഡിവൈഡഡ് ബൈ ഈ 5 × 5നെ ഛേദമായിട്ട് എഴുതുക, ഇൻറ്റു ശതമാനമാക്കാൻ 100. 6 × 6 36, കുറയ്ക്കണം 5 × 5 25 ഹോൾ ഡിവൈഡഡ് ബൈ 5 × 5 25 × 100. 36 20 കുറച്ച് 11/25 × 100. 100ഉം 25ഉം ഹരിക്കുമ്പോൾ 4 എന്ന് വരും. അപ്പോൾ 11 × 4 44 എന്ന് കിട്ടും, 44%. ഈ കിട്ടിയ ഉത്തരം പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ലാഭമാണ്. അപ്പോൾ ലാഭ ശതമാനം എത്രയാണ്? 44%. ഈ കിട്ടിയ ഉത്തരം നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ നഷ്ടം എന്ന് എഴുതണം. 25 പുസ്തകങ്ങളുടെ വാങ്ങിയ വില
20 പുസ്തകങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഇവിടെ വാങ്ങിയ എണ്ണം 25, വിറ്റ എണ്ണം 20. അപ്പോൾ വാങ്ങിയ എണ്ണം കൂടുതലാണ്, വിറ്റ എണ്ണം കുറവാണ്. വാങ്ങിയ എണ്ണം കൂടുതൽ, വിറ്റ എണ്ണം കുറവ്, അതായത് ലാഭം. ലാഭ ശതമാനം കാണുന്നുള്ള സൂത്രവാക്യം വ്യത്യാസം ബൈ ചെറിയ സംഖ്യ ഇൻറ്റു 100. വ്യത്യാസം പറഞ്ഞാൽ ഈ രണ്ട് സംഖ്യകളും കൂടി കുറയ്ക്കുക. അപ്പോൾ 25 കുറയ്ക്കണം 20, 25 കുറയ്ക്കണം 20 ബൈ ചെറിയ സംഖ്യ, ഇതിലത്തെ ചെറിയ സംഖ്യ 20 ഇൻറ്റു 100. 25 20 കുറച്ച് 5 ബൈ 20 ഇൻറ്റു 100. ഈ 5ഉം 20ഉം വെട്ടിച്ചെടുക്കുമ്പോൾ 1 5 5 4 5 20 1 ബൈ 4 വരും. 1 ബൈ 4നെ 100 കൊണ്ട് കുടിച്ചാൽ 100 ബൈ 4 വരും. അതായത് ഉത്തരം ലാഭശതമാനം എത്രയാണ്? 25%.